ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആയിട്ടാണ്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ ഈ ഒരു സ്ട്രോബെറി പാറ്റേണിൽ വന്നൊരു സാരിയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻ വരുന്നത്. 3 സ്ട്രോബെറീസും അതിന് പറ്റുന്ന പോലത്തെ ലീഫ് പാറ്റേൺ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിന് ലീഫ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സ്ട്രോബെറിക്ക് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇതിനകത്ത് ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ കൊടുത്തതിനൊരു കുറച്ചൊരു നല്ലൊരു 3D ഇഫക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല്ലുവിന്റെ എൻ പോർഷനിൽ ഇങ്ങനെ ഒരു സിംഗിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻ വരുന്നത്. സെയിം ഡിസൈൻ തന്നെ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ റണ്ണിങ് പോർഷനിലും കൊടുത്തേക്കുവാണ്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ ഇങ്ങനെയൊരു പാറ്റേണിലാണ്. രണ്ട് ഡിസൈൻസ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം ചെസ്റ്റ് പോർഷനിലും ഒരെണ്ണം കുറച്ച് താഴോട്ട് വരുന്ന പാറ്റേണിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെസ്റ്റ് പോർഷനിൽ വരുന്നിടത്ത് ഒരു ഡിസൈൻ വരുന്നുണ്ട്. നമ്മുടെ ഒരു റൈറ്റ് ഹാൻഡ് വരുന്ന ഭാഗത്തായിട്ട് വരുന്നത് പോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് ആ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ വന്നിരിക്കുന്നത്. അടുത്തടുത്തല്ല ഡിസൈൻസ് വന്നിരിക്കുന്നത്. ആ ഒരു ഫുൾ ഭാഗം കവറേജ് വരുന്നത് പോലെ തന്നെ ചെസ്റ്റ് പോർഷനിൽ ഒരു ഡിസൈനായിട്ടും നമ്മുടെ റൈറ്റ് ഹാൻഡ് താഴോട്ട് വരുന്ന തൈസ് പോർഷനിലോട്ട് വരുന്നിടത്ത് വരുന്നത് പോലെ ഒരു ഡിസൈനായിട്ടുമാണ് ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഈ ഒരു ഡിസൈൻസ് ഈ ഒരു പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 സ്ട്രോബെറീസും അതിന്റെ ലീഫ് പാറ്റേണും വരുന്നത് പോലെ ആ ഒരു ഫ്ലീറ്റ്സിനിടയ്ക്ക് കൂടി എല്ലാം നിറച്ച് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഞാൻ സാരി തിരിച്ചു പിടിച്ചിരിക്കുന്നതാണ്. ഈ ഓരോ സ്ട്രോബെറീസും താഴോട്ട് വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഡിസൈൻസോട് കൂടി ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1910 ആണ്. നെക്സ്റ്റ് വീണ്ടും ഒരു കോട്ടൺ ചെക്കോട്ട ഫാബ്രിക് തന്നെയാണ്. നമ്മുടെ ഡാർക്ക് ബ്ലൂ, പൗഡർ ബ്ലൂ നമ്മൾ പറയാറുള്ള ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സാരിയാണ്. ഇതിനകത്ത് പിങ്ക് കോമ്പിനേഷനിലാണ്, പിങ്കിന്റെ ഗ്രീനിന്റെ ഒരു കോമ്പിനേഷനിലാണ് ഇതിനകത്ത് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവർ പാറ്റേണും അതുപോലെ ഫ്രഞ്ച് നോട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ചെറിയ ഹൈലൈറ്റ് പോർഷനും ഒക്കെ ആയിട്ട് അതുപോലെ നമുക്ക് ആ ഒരു ലീഫ് പാറ്റേൺസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സാറ്റൻ സ്റ്റിച്ച് എന്നാൽ ഫിൽഡ് ആയിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിന്റെ പോലത്തെ ചെറിയ സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ലീഫ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു സ്റ്റെം പാറ്റേൺസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ട്സ് യൂസ് ചെയ്തിട്ട് ആ സെൻട്രൽ പോർഷൻ ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. അതൊരു യെല്ലോ ഷെയ്ഡിലായിട്ടാണ് അതിൽ ആ ഒരു ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നല്ല വലുപ്പത്തിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കൈപ്പത്തിയേക്കാളും ഒക്കെ വലുപ്പത്തിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇതിന്റെ മെയിൻ ആ ഒരു പല്ലു എൻ പോർഷനിൽ വന്നിരിക്കുന്നത്. പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന പോർഷനിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു സൈസിൽ വരുന്നത് പോലെ ഉള്ളിൽ വരുന്നിടത്തും ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മൾ ആ പല്ലുവിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഭാഗത്ത് കണ്ടതുപോലെ ഒരു ഡിസൈനാണ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻസ് വന്നിരിക്കുന്നത്. 2 ഡിസൈനാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 2 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വന്നിരിക്കുന്നത്. നമ്മൾ പല്ലുവിന്റെ എൻഡിലൊക്കെ കണ്ടതുപോലത്തെ സെയിം ഡിസൈൻ ആണ് ഇതിന്റെ എൻ പോർഷനിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ബോട്ടം പോർഷനിലും നിറച്ച് നല്ല ഡിസൈൻസ് കൊടുത്തിട്ടാണ് ഈ സാരി ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പം നമ്മുടെ ആ ഒരു ഫ്ലീറ്റ്സിനിടയ്ക്ക് കൂടെ എല്ലാം വരുന്നത് പോലെ ഇങ്ങനെ ആ ഒരു 3 ഫ്ലവർ പാറ്റേണിൽ വരുന്ന ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ റൈറ്റ് ലെഗ് പോർഷൻ വരെയും കൊടുത്ത് റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ നേരെ കണ്ട ആ ഒരു ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ വരുന്നത്. ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2495 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗ്രേ ഷെയ്ഡിൽ പേസ്റ്റൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പേസ്റ്റൽ ഗ്രേ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു സൂപ്പർ നെറ്റ് സിൽക്കി കോട്ട സാരിയാണ്. ഇതിനകത്ത് വളരെ അതിനോട് ചേർന്ന് സട്ടിലായിട്ട് പോകുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലൈറ്റർ ടോൺ ഓഫ് ഗ്രീനും അതുപോലെ ഒരു യെല്ലോയുടെ ഡബിൾ ഷെയ്ഡ് ത്രെഡും യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡിഫറെന്റ് പാറ്റേണിലുള്ള ഒരു എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലൈംബിംഗ് പാറ്റേണിലുള്ള ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ് ആണ്. കുറച്ച് എയർ ലീവ്സും അതുപോലെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഹെയറിംഗ് ബോർഡ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള ലീവ്സും ഷാഡോ വർക്ക് വെച്ചിട്ടുള്ള ഒരു ഫ്ലവേഴ്സുമാണ്. ശരിക്കും ഹെയറിംഗ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഷാഡോ സ്റ്റിച്ചിന്റെ ബാക്ക് സൈഡ് വരുന്നതാണ്. അപ്പം ബാക്ക് സൈഡിൽ നേരെ തിരിച്ചു വരുന്നത് പോലെ വരുന്നത്, അതായത് ഹെയറിംഗ് ബോൺ ഫ്ലവറും വരും. മീൻസ് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ഇത് അങ്ങനെയാണ് ഷാഡോ സ്റ്റിച്ചും ഹെയറിംഗ് ബോൺ സ്റ്റിച്ചും വരുന്നത്. അത് തിരിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് വരുന്നത്. തിരിഞ്ഞു വരുമ്പോൾ ഈ ഹെയറിംഗ് ബോൺ സ്റ്റിച്ചും വരും. ഫ്രണ്ട് പോർഷൻ വരുന്നത് ഫ്ലവേഴ്സിന് ഷാഡോ വർക്കും വരുന്ന രീതിയിലാണ് ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്.
ഇങ്ങനെയാണ് അതിൻ്റെ പല്ലുവിൻ്റെ ആ എൻഡ് കൊടുത്തിരിക്കുന്ന ഡിസൈൻ വരുന്നത്. ഒത്തിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് ചെയ്ത് വരുന്ന പോലത്തെ എംബ്രോയിഡറി അല്ല, വളരെ സെറ്റിൽ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പല്ലുവിൻ്റെ സെൻട്രൽ പോർഷനിൽ ഇതുപോലത്തെ ഒരു ചെറിയൊരു ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിൽ വരുന്ന എൻഡിലും ഇതുപോലൊരു ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനെ ഹാൻഡ് സ്റ്റിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ എൻ പോർഷൻ ആ ഒരു ഡബിൾ ഷെയ്ഡ് യെല്ലോടെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പല്ലുവിൻ്റെ എൻ പോർഷൻ ഇതുപോലെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലോക്ക് ചെയ്തിരിക്കുന്നതാണ്, പക്ഷെ അതൊരു ഡിസൈൻ ആയിട്ട് തന്നെ പല്ലുവിൻ്റെ എൻ പോർഷനിൽ വരുന്ന രീതിയിലാണ് ഇതിനകത്ത് ഈ ഒരു എൻ പോർഷൻ ലോക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലോട്ടാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ രണ്ട് ഡിസൈൻസ് ആണ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ഫ്ലവറും അതുപോലെ ഒരു ലീഫും വരുന്ന പാറ്റേണിൽ രണ്ട് ഫ്ലവർ ഡിസൈൻസ് ഇതിൻ്റെ ഈ ഒരു റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേണിൽ ഒരു ക്ലൈംബിംഗ് ഫ്ലവർ ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നമുക്ക് സിൽക്കി കോട്ടയിൽ ഒട്ടും സ്റ്റിഫ്നെസ് വരുന്നൊരു ഫാബ്രിക്. പക്ഷേ സിൽക്കി കോട്ട തന്നെ നമുക്ക് ഓരോ ഷെയ്ഡ്സ് വരുമ്പോഴും ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് നല്ല മയം വരുന്നത് പോലത്തെ സിൽക്കി കോട്ട ഫാബ്രിക്കിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള പേൾ ജ്വല്ലറീസ് ഒക്കെ ഇട്ട് പെയർ ചെയ്യുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ ഇട്ട് പെയർ ചെയ്യുവാണെങ്കിൽ വളരെ നമുക്കൊരു കാഷ്വൽ വെയർ ആയിട്ടും ഈവൻ നമുക്ക് നല്ലൊരു ലുക്ക് വരുന്ന ഒരു സാരിയാണ്. ഉടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു അപ്പിയറൻസ് നമുക്ക് കിട്ടുന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ ഇതുപോലെ റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു ചെറിയ ഡിസൈനാണ്. ഒത്തിരി ഡിസൈൻസ് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്ത ഡിസൈൻസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. എന്നാൽ ഷാഡോ വർക്കും ഹെയറിംഗ് ബോൺ സ്റ്റിച്ചൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്ത് തന്നെ ചെയ്തിരിക്കുന്നത് എംബ്രോയിഡറി സ്റ്റിച്ചുകളൊക്കെയാണ്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1865 ആണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു സ്കൈ ബ്ലൂ കളർ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. സ്കൈ ബ്ലൂ ഷെയ്ഡിലെ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ ഇതുപോലെ വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ്. ഇതൊരു ബേർഡ്സിന്റെ പാറ്റേൺ ആണ് ഇതിനകത്ത് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ലോങ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ആണ്. ശരിക്കും ഒരു ഡ്രോയിങ് ഒക്കെ പോലെ, ഒരു ഫോട്ടോ ഒക്കെ പോലെ നമുക്ക് ഫിനിഷിൽ വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി സ്റ്റിച്ചാണ്. തിക്കായിട്ടുള്ള എംബ്രോയിഡറി പാറ്റേണിന്റെ സ്റ്റിച്ചുകളാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നമുക്കിങ്ങനെ വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ നമുക്ക് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ വളരെ തിക്കായിട്ട് നല്ല മീൻസ് അത് ആ ഉറച്ചു തന്നെ അതിനകത്തിരിക്കുന്ന പോലത്തെ ഒരു ഇങ്ങനെ വലിച്ചിലോ അങ്ങനെ ഇച്ചിരി പൊങ്ങിയിരിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ലാത്ത ടൈപ്പ് സ്റ്റിച്ചാണ്. നമുക്കത് വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന വളരെ ലൈവ്ലി ആയിട്ട് തോന്നുന്നൊരു പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ ഈ ബേർഡ്സിനൊക്കെ ആണെങ്കിലും നല്ലൊരു ഷെയ്ഡ്സ് ഒക്കെ കൊടുത്തിരിക്കുന്ന പോലും വളരെ ഡെഫിനേഷനിലാണ് ഇതിനകത്ത് ഓരോ ലൈറ്റർ ടോൺ ഡാർക്കർ ടോണിലോട്ടൊക്കെ ഈ ഒരു ഫെതേഴ്സിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് ക്ലോസ് വ്യൂവിൽ നമുക്ക് അത്രയും മനസ്സിലാകത്തില്ല, അത്രയും ഡീറ്റെയിലിങ്ങോടുകൂടി ചെയ്തിരിക്കുന്ന എംബ്രോയിഡറിയാണ്. ഫ്ലവേഴ്സ് ഒക്കെ ആണെങ്കിലും ലൈറ്റർ ടോൺ ടു ഡാർക്കർ ടോൺ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കളേഴ്സ് ഓഫ് സ്റ്റിച്ച് മീൻസ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഓരോ ഡിസൈനും കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് പല്ലുവിൻ്റെ എൻ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. പല്ലുവിൻ്റെ തന്നെ ഉള്ളിൽ വരുന്ന എൻഡിലും ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ഒരു 3 ബേർഡ്സ് ഇരിക്കുന്ന ഡിസൈൻ തന്നെ പല്ലുവിൻ്റെ 2 എൻഡിലും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ബേർഡ് വെച്ച് വരുന്ന പോലത്തെ 2 ഡിസൈൻസ്. ഇതിനകത്ത് 2 ബേർഡും 2 ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ബേർഡ് ഇതിൽ മുകളിൽ വന്നിരിക്കുന്ന ബേർഡിനും ബ്രൗൺ ഷെയ്ഡ് വന്നിരിക്കുന്നതെങ്കിൽ താഴെ വന്നിരിക്കുന്ന ബേർഡ് ആ റെഡ് എലമെന്റ് വരുന്ന പോലത്തെ ബേർഡാണ്. ഇതിനകത്ത് ആ ഒരു ഫ്ലവർ പാറ്റേൺ എല്ലാം സെയിം ആയിട്ട്, ആ ബ്രാഞ്ചും അതിനകത്ത് വന്നിരിക്കുന്ന ഫ്ലവേഴ്സും ഒക്കെ സെയിം ആയിട്ട് തന്നെ രണ്ടിലും ചെയ്തിട്ടുണ്ട്. രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേർഡ്സ് വന്നിരിക്കുന്ന, ശരിക്കും 2 കുഞ്ഞു ബേർഡ്സ് വന്നിരിക്കുന്ന ഒരു ഫീലിൽ തന്നെ ഇതിനകത്ത് ഈ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ റണ്ണിങ് പോർഷനിൽ കണ്ട അതേ കോമ്പിനേഷൻ തന്നെ 2 ഫ്ലവേഴ്സാണ്, 2 ബേർഡ്സിൻ്റെ പാറ്റേണാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടതുപോലത്തെ റെഡ് വെച്ചിട്ടുള്ളതും പിന്നെ ഒരു ബ്രൗൺ വെച്ചിട്ടുള്ളതും, അങ്ങനെ 2 ഡിസൈൻസ് ആയിട്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സെയിം നമ്മൾ ആ പല്ലു പോർഷനിൽ കണ്ട പോലെ തന്നെയാണ് ബാക്കിയെല്ലാം. ഒരുപാട് തവണ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റിൻ്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷൻസിലോട്ട് വരുമ്പോഴും ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഫ്ലീറ്റിനിടയ്ക്കൂടെ വരുന്നത് പോലെ സ്കാറ്റർ ചെയ്ത് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ ബേർഡ്സിൻ്റെ ആ ഒരു പാറ്റേൺസ് വച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഒരു സിംഗിൾ ബേർഡ് ഇരിക്കുന്ന ഒരു പാറ്റേണിൽ അങ്ങനെ ബോട്ടം പോർഷനിൽ മൊത്തം 3 ഡിസൈൻസ് ആണ് വരുന്നത്. നമ്മുടെ റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്, ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ 2 ഡിസൈൻസ് വരുന്നുണ്ട്. ടോട്ടൽ 3 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ വരുന്നത്. ഇത്രയാണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്ന ഡിസൈൻ. ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്നത്
2395 ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിനെ ശരിക്കും ഇതിലും വലിയ റേറ്റ് ഇടേണ്ടതാണ്, പക്ഷെ നമുക്ക് കസ്റ്റമർ തന്നിരിക്കുന്ന റേറ്റ് ഇതോട് ചേർന്നായതുകൊണ്ട് നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുക. ശരിക്കും ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാനാണെങ്കിൽ നമുക്ക് ഈ ഒരു റേറ്റിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പോസിബിൾ അല്ലാത്തൊരു സാരിയാണ്. അപ്പോൾ ഇത്രയും കാണിച്ച സാരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി. എല്ലാം സിംഗിൾ പീസസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള സാരീസ് ആണ്. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.